ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ന്യൂസാണ് UK ഗവൺമെന്റ് NHS ഇംഗ്ലണ്ടിനെ പിരിച്ചുവിട്ടുകൊണ്ട് ഏകദേശം 15,000-ലധികം ആളുകളെ പിരിച്ചുവിടുന്നു എന്നുള്ളൊരു ന്യൂസ്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു നിയമം വന്നാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരെയോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനെയോ ഒക്കെ എത്രത്തോളം ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പൊ ഈ 10,000-ലധികം ആളുകളെ പിരിച്ചുവിടുന്നു എന്ന് പറയുമ്പോൾ പലർക്കും ഉള്ള ഒരു ആശങ്കയാണ് അതിൽ നഴ്സുമാരുണ്ടാവുമോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാം, പല ഡിപ്പാർട്ട്മെന്റിലും ഇപ്പം സ്റ്റാഫുമാർ അധികമാണ്. ശരിക്കും പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുമാർ അധികമായിട്ട് അവർ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റാഫിനെ മൂവ് ചെയ്യാണ്. അതുപോലെ തന്നെ UK വർക്ക് വിസയിൽ വന്നേക്കുന്ന ആളുടെ ഡിപ്പെൻഡന്റ് ആയിട്ട് വന്നേക്കുന്ന ആളുകൾ പല ഹെൽത്ത് സെക്ടറിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ കെയർ ഹോംസ്, നഴ്സിംഗ് ഹോംസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്കെന്ന് വെച്ചാൽ ചിലപ്പോൾ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള, അതായത് നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ നമ്മുടെ നാട്ടിൽ നിന്നോ ഒക്കെ പഠിച്ചിട്ട് നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്ന ആളുകളായിരിക്കാം ഇവിടെ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്നത്. അവര് ഇവിടെ വന്നതിന് ശേഷം ഒരു 1 ഇയർ ഒരു ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് പെർമനന്റ് ആയിട്ട് ജോബിന് കയറിയിട്ട് ഒരു 1 ഇയറിന് ശേഷം അവരുടെ മാനേജർ ഒരു റെഫറൻസ് കൊടുത്ത് അവർക്ക് NMC പിൻ നമ്പറിന് അപ്ലൈ ചെയ്ത് ഇവിടെ ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ട് കയറാനുള്ള ഒരു പാത്ത് വേ ഗവൺമെന്റ് തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിന് SIF പാത്വേ എന്നാണ് പറയുന്നത്, സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയർ. അപ്പോൾ അതിന് നമുക്ക് IELTS OET ഒന്നും വേണ്ട. നമ്മുടെ ലാംഗ്വേജ്, നമ്മൾ ലാംഗ്വേജിൽ ഓക്കെ ആണ്, നമ്മൾ ഇത്രയും 1 ഇയർ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ ലാംഗ്വേജ് വൈസ് നമ്മൾ ഓക്കെ ആണ് എന്ന് പറഞ്ഞ ഒരു നമ്മുടെ മാനേജറിന്റെ ഒരു റെഫറൻസ് ആണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു SIF പാത്വേ വഴി 10,000-കണക്കിന് നഴ്സുമാർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇവിടെ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് സത്യത്തിൽ ഇവിടെ വെയിറ്റിംഗ് ആണ്. നമ്മളത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ 5-6 മാസങ്ങളായിട്ട് അവരുടെ പിൻ നമ്പർ അവർക്ക് കിട്ടി. പക്ഷെ എന്നാലും ഒരു വേക്കൻസി കിട്ടാതെ, ഒരു വേക്കൻസി വരണമല്ലോ, ഒരു നഴ്സായിട്ട് രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോബ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വേക്കൻസി വരണം. അപ്പം അങ്ങനെ ഒരു വേക്കൻസി വരാതെ അവർ ഇപ്പോഴും വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അതിൽ വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ വല്ല 1-2 വേക്കൻസി വരുമ്പോഴത്തേനും കിട്ടും എന്നല്ലാതെ മജോറിറ്റി ഓഫ് പീപ്പിൾ ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. ഏകദേശം ഒരു 10,000-ലധികം ആളുകൾ ഈ ഒരു SIF പാത്വേ വഴി പിൻ നമ്പർ കിട്ടി വെയിറ്റിംഗിൽ നിൽക്കുകയാണ് നഴ്സിംഗ് വേക്കൻസിക്ക് വേണ്ടിയിട്ട്. അപ്പൊ UK ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ അജണ്ട അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്നൊക്കെയുള്ള ആ ഒരു റിക്രൂട്ട്മെന്റ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നിലവിൽ UK ഉള്ള അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സുമാർ പിൻ നമ്പർ കിട്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നഴ്സുമാർക്ക് ഒരു ജോബ് വേക്കൻസി വരുമ്പോഴത്തേനും അവർക്ക് മുന്നോട്ട് വരാനായിട്ട് അല്ലെങ്കിൽ അവരെ ഫസ്റ്റ് കൺസിഡർ ചെയ്യാനായിട്ടുള്ള പാകത്തിന് UK ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അവർ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പോൾ ഇങ്ങനെ ആക്ച്വലി SIF പാത്വേയിലൂടെ ശരിക്കും നേഴ്സ് ആകുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ OET IELTS വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ബാക്കിയുള്ള എക്സാംസ് ഒക്കെ CBT, OSCE അതുപോലുള്ള എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ നഴ്സുമാർ ഇവിടെ അധികമാണ്. അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും തന്നെ ആവശ്യത്തിലധികം നഴ്സുമാരുണ്ട്. പിന്നെ അതിന്റെ വേറൊരു ഉദാഹരണമാണ് കേട്ടോ, ഇവിടെ നമുക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അതായത് ഈ നഴ്സുമാരുടെ സ്റ്റാഫ് ഷോർട്ടേജ് വരുമ്പോഴാണ് നമ്മൾ എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യുക. അപ്പം ഈ എക്സ്ട്രാ ഷിഫ്റ്റ് നമുക്കിപ്പോൾ കിട്ടുന്നതിന്റെ എണ്ണവും കുറഞ്ഞിരിക്കുക. അപ്പോൾ NHS ഇംഗ്ലണ്ട് പിരിച്ചുവിടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അറ്റ് പ്രസന്റ് കറന്റ് വർക്ക് ചെയ്യുന്ന നഴ്സുമാരെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ നഴ്സായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് COS സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് തരുന്നത് 3 ഇയേഴ്സ് ആണ്. ആഫ്റ്റർ 3 ഇയേഴ്സ് അത് വീണ്ടും നമ്മുടെ എംപ്ലോയർ നമുക്കത് പുതുക്കി തരുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ COS പുതുക്കി കൊടുക്കാതെ വരുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ അത് ഇവിടെ വർക്ക് ചെയ്യുന്ന നഴ്സുമാരെയോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനെയോ ഒക്കെ ബാധിക്കത്തുള്ളൂ. അല്ലാതെ NHS ഇംഗ്ലണ്ട് പിരിച്ചു വിടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ഡയറക്റ്റ് പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അത് നഴ്സുമാരും, അതായത് ബേസ് ലൈൻ ആണ് അവർ, അതായത് പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന ആളുകളാണ് ഈ നഴ്സുമാരും ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അവരെ ഒരു തരത്തിലും ഇത് ബാധിക്കാൻ പോകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയട്ടെ, മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ UK എന്ന് പറയുന്നത് മനുഷ്യത്വപരമായ കാര്യങ്ങൾക്ക് കുറേയും കൂടെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൺട്രിയാണ് UK എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാരണവുമില്ലാതെ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവന്നു എന്നതിന്റെ പേരിൽ ഒരിക്കലും ഒരു എംപ്ലോയിയുടെയും ജോലി നഷ്ടമാവില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഗവൺമെന്റിന്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഫീൽഡിൽ ഡയറക്റ്റ് പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ പിരിച്ചുവിടാനോ അങ്ങനെയൊന്നും പോകുന്നില്ല. ഇത് ശരിക്കും ബാധിക്കുന്നതെന്ന് വെച്ചാൽ ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ, അതായത് NHSന്റെ ടോപ്പ് ലെവലിലുള്ള ഒരുപാട് പൊസിഷൻസ് എന്താ പറയാ ഗവൺമെന്റ് പരിശോധിക്കുന്ന സമയത്ത് ഒരുപാട് പൊസിഷൻസ്, അനാവശ്യ പൊസിഷൻസ് ഒക്കെ ഉണ്ടെന്നുള്ളത്
മനസ്സിലാക്കി. അപ്പം ഇവരെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ബാധിക്കുക. അവർക്ക് ചിലപ്പോൾ ഒരു സ്ഥലം മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പൊസിഷനിലേക്ക് അവരെ ചേഞ്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ചെയ്യാം. എനിവേ റിക്രൂട്ട്മെന്റ് ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. ഒരു 1 year ആയിട്ട് റിക്രൂട്ട്മെന്റ് ഹോൾഡ് ആണ്. പക്ഷേ നിലവിലെ വേക്കൻസി എല്ലാം ഫില്ലായി കഴിയുമ്പോൾ, അതായത് നമ്മുടെ ഇപ്പം വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളെല്ലാം NHS ജോബ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരുപാട് റിട്ടയർമെന്റും കാര്യങ്ങളെല്ലാം വന്നിട്ട് ഇവിടെ വീണ്ടും റിക്രൂട്ട്മെന്റ് ഓപ്പൺ ആവും, വീണ്ടും വേക്കൻസീസ് വരും. അപ്പോൾ അതിന് പക്ഷേ സമയമെടുക്കും. കാരണം ഇപ്പോൾ ഓൾറെഡി ആളുകൾ വെയിറ്റിംഗ് ആയതുകൊണ്ട് എത്രത്തോളം ടൈം അതിനെടുക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ മുന്നോട്ട് ഫ്യൂച്ചറിൽ നമുക്ക് UK വേക്കൻസീസ് എല്ലാം, നാട്ടിൽ നിന്നുള്ള വേക്കൻസീസ് എല്ലാം ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇപ്പോൾ ഇവര് മുൻഗണന കൊടുക്കുന്നത് UK കറന്റ്ലി പിൻ ഹോൾഡ് ചെയ്തിരിക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സുമാർക്കാണ് ഇവരിപ്പം നമ്മുടെ ഗവൺമെന്റ് മുൻഗണന കൊടുക്കുന്നത്. അപ്പം അവിടെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോകാനാണ് ഇവരിപ്പം നോക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേനും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ എന്താ പറയാ, നാട്ടിലിരുന്ന് ഏതെങ്കിലും ഒരു UK ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ച് അറിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം. നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന നമ്മുടെ കൊളീഗ്സ് നമ്മൾ സംസാരിക്കുമ്പോഴത്തേനും അവർ പറയും, ഞാൻ 5 മാസമായിട്ട് അല്ലെങ്കിൽ 6 മാസമായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്, എനിക്ക് പിൻ നമ്പർ കിട്ടിയിട്ടുണ്ട്, പക്ഷെ വേക്കൻസി ഇവിടെ ഇല്ല, എങ്ങും വേക്കൻസി വരുന്നില്ല, അതുകൊണ്ട് ഞാൻ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ്, ഒരു വേക്കൻസി വന്നാൽ കയറണം എന്ന് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോട് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് പറയണം തോന്നി. ശരിക്കും പറഞ്ഞാൽ പലർക്കും ഒരു തെറ്റിദ്ധാരണകളുണ്ട്, നഴ്സുമാരെ ശരിക്കും പിരിച്ചുവിടും, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് പിരിച്ചുവിടാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും ഇവിടെ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്കോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനോ ഒന്നും അവരുടെ ജോബിനൊന്നും ഒരു പ്രശ്നവും വരത്തില്ല. നമുക്ക് 3 years കഴിയുമ്പോൾ, നമ്മളിവിടെ UK വന്ന് 3 years കഴിയുമ്പോൾ നമ്മുടെ സ്പോൺസർ, നമ്മുടെ ഏത് NHS ആണോ നമ്മുടെ സ്പോൺസർ, അവർ നമ്മുടെ COS സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് നമുക്ക് പുതുക്കി തരുന്നതായിരിക്കും. ഏതെങ്കിലും മറ്റെന്തെങ്കിലും ഒരു കാരണത്താലൊക്കെ ഉള്ളൂ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് പുതുക്കി തരാതിരിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ സ്റ്റാഫിനെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഇന്റൻഷൻ കൊണ്ട് ഒരിക്കലും ഒരു COSും പുതുക്കി തരാതിരിക്കത്തില്ല. നമുക്ക് ഇവിടെ എത്ര നാൾ വേണമെങ്കിലും വർക്ക് ചെയ്യാം. നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു നഴ്സായിട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫീൽഡിൽ ഏത് പൊസിഷൻ ആയാലും നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമ്മൾ റിട്ടയർഡ് ആവുന്നിടം വരെ നമുക്ക് വർക്ക് ചെയ്യാം. റിട്ടയർഡ് ആയി കഴിഞ്ഞും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ NHS വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ ഈ ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ വന്നോട്ടെ. ഇതൊരിക്കലും നമ്മുടെ ഒരു നഴ്സുമാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനോ ഒന്നും ഡയറക്റ്റ് ആയിട്ട് ബാധിക്കില്ല എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വന്നോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.